ഓം നമോ ഭഗവതേ വാസുദേവായ. ഏവർക്കും ദേവദാരു എന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഗുരുവായൂർ സഹസ്ര കലശമാണ് ഈ വരുന്ന മാർച്ച് 9-ന്. കൊടിയേറ്റ് മാർച്ച് 10-ന് നടക്കും. ഉത്സവത്തിനു മുന്നോടിയായി ദേവൻ്റെ ചൈതന്യവർദ്ധനവിനായി ക്ഷേത്രങ്ങളിൽ കലശ ചടങ്ങുകൾ പതിവാണ്. ഗുരുവായൂരിൽ 8 ദിവസമാണ് സഹസ്ര കലശം. പ്രസാദശുദ്ധി, സ്ഥലശുദ്ധി തൊട്ട് 1000 കലശം അഭിഷേകവും ബ്രഹ്മകലശാഭിഷേകവും വരെ. കൂത്തമ്പലത്തിൽ 25 ഖണ്ഡങ്ങളായി 40 വെള്ളിക്കുടങ്ങൾക്ക് നടുവിൽ ഒരു സ്വർണ്ണക്കുടം. ഏറ്റവും നടുവിൽ സ്വർണ്ണക്കുടത്തിൽ ബ്രഹ്മകലശം. 1000 കുടങ്ങളിലെ കലശം അഭിഷേകം ചെയ്താൽ തന്ത്രി ബ്രഹ്മകലശം അഭിഷേകം ചെയ്യും. ഗുരുവായൂരിലും ദ്രവ്യകലശമായിരുന്നു നടത്തിയിരുന്നത്. ഈ മാസം മാർച്ച് 9-ാം തീയതിയാണ് സഹസ്രകലശം ഗുരുവായൂരിൽ നടക്കുന്നത്. 10-ാം തീയതി കൊടിയേറ്റും. 54 വർഷം മുൻപ് സഹസ്രകലശം ആരംഭിച്ചു എന്നാണ് ഐതിഹ്യം. ക്ഷേത്രത്തിൽ 1970 നവംബർ 29-ന് വലിയ അഗ്നിബാധ ഉണ്ടായി. തുടർന്ന് തന്ത്രി ചെന്നാസ് പരമേശ്വരൻ നമ്പൂതിരിപ്പാടിൻ്റെ നിർദ്ദേശമനുസരിച്ചാണ് സഹസ്രകലശം ആരംഭിച്ചത്. 1971-ൽ കൊടിയേറ്റ ദിവസമായിരുന്നു സഹസ്ര കലശാഭിഷേകം. ആദ്യം മൺകുടങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. ബ്രഹ്മകലശം സ്വർണ്ണക്കുടത്തിലും. 1973-ൽ കലശത്തിന് വെള്ളിക്കുടം വഴിപാട് തുടങ്ങി. 600 രൂപയായിരുന്നു നിരക്ക്. അക്കൊല്ലം 500 വെള്ളിക്കുടങ്ങൾ ലഭിച്ചു. ദേവസ്വം 25 സ്വർണ്ണക്കുടങ്ങൾ നിർമ്മിച്ചു. 1975 മുതൽ സഹസ്രകലശത്തിന് 975 വെള്ളിക്കുടങ്ങളും 26 സ്വർണ്ണക്കുടങ്ങളും ഉപയോഗിച്ച് തുടങ്ങി. സഹസ്രകലശത്തിന് ദ്രവ്യങ്ങളായി പ്രകൃതി വിഭവങ്ങൾ ആവോളം വേണം. അതിനായിട്ട് കദളിപ്പഴം മുതൽ പുല്ലും പൂക്കളും ആലും മാവും 100ഓളം ദ്രവ്യങ്ങൾ. കലശം തുടങ്ങുന്നത് ആചാര്യവരണത്തിന് ഊരാളൻ തന്ത്രിയെ ചടങ്ങിൻ്റെ ആചാര്യനായി സ്വീകരിച്ചാണ്. നക്കിലയിൽ ഇണവസ്ത്രവും ദർഭ, പവിത്രമോതിരം, വെറ്റില, അടയ്ക്ക, ദക്ഷിണ എന്നിവ നൽകും. തുടർന്ന് മുളയിടൽ ചടങ്ങാണ്. നാലമ്പലത്തിൻ്റെ അകത്ത് 16 വെള്ളി പാലികകളിൽ നവര, യവം, ഉഴുന്ന്, തെന, തുവര, ചെറുപയർ, മുതിര, അമര, പയർ, വെള്ളപ്പയർ, ചാമ, എള്ള് തുടങ്ങി 12 ധാന്യങ്ങൾ വിതച്ച് 3 നേരം പൂജ ചെയ്യും. ധാന്യമുള്ള ബ്രഹ്മകലശത്തിന് ചുറ്റും നിറയ്ക്കും. കലശത്തിന് ഗോമൂത്രവും താമരത്തണ്ടും പുണ്യാഹ ചൂണ്ടങ്ങയും പുറ്റുമണ്ണും അത് ഭാരതപ്പുഴയിലെ മണലും ഒക്കെ നിർബന്ധമാണ്. പ്ലാശ്, കടലാടി, പേരാല്, അരയാല്, കരിങ്ങാലി, പൂവാതിരി, പച്ച ഈർക്കിലി, ദർഭ പോലത്തെ കുശമുരുട്, മുള്ളുള്ള വഗ്നി, ചിറ്റമൃത്, ദശപുഷ്പം, ചക്ക, മാങ്ങ, കൂവളക്കായ, ചെറുനാരങ്ങ, മാതളനാരങ്ങ എന്നിവ ഒക്കെ ഇതിന് വേണം. മഞ്ഞൾ, വാക, ആര്യവേപ്പ് ഇവയുടെ ചെറു തൈകളാണ് വേണ്ടത്. തക്കോല പൊട്ടിക്കൽ, പച്ചക്കർപ്പൂരം, ജാതിക്ക, ഇലവർഗം, കൂവളത്തൊലി, നാൽപ്പാമരത്തൊലി, പഴയകാല സുഗന്ധദ്രവ്യങ്ങളൊക്കെയും ഈ ചടങ്ങിന് വേണം. കൊട്ടം, അമുക്കരം, ഇരുവേലി, രാമച്ചം, കുങ്കുമം, മാഞ്ചി, അകിൽ, ചന്ദനം എന്നിങ്ങനെ അഷ്ടഗന്ധം വേറെ. ധൂപക്കൂട്ടിന് കർപ്പൂരം, രാമച്ചം, ഗുൽഗുലു, അകിൽ, ചന്ദനം. മുല്ലപ്പൂക്കൾ പലതാണ്. കുടമുല്ല, കുരുക്കുത്തിമുല്ല, കുറുമൊഴിമുല്ല, ഇരുവാച്ചിമുല്ല, പിന്നെ നന്ദ്യാർവട്ടം, പിച്ചകം, ചെമ്പകം, താമര. വൈഡൂര്യം, മുത്ത്, പവിഴം, പത്മരാഗം, വൈരം തുടങ്ങിയ രത്നങ്ങളും ചെമ്പ്, ഇരുമ്പ്, വെള്ളി, സ്വർണ്ണക്കലശങ്ങളും എല്ലാം ഈ ചടങ്ങിന് വേണ്ടതാണ്. മത്സ്യം, ആമ, ഗരുഡൻ, ശംഖ്, ചക്രം, പത്മം എന്നിവയുടെ രൂപങ്ങളും പവിത്രമോതിരവും നവരത്നമോതിരവുമൊക്കെ ഈ ചടങ്ങിലോട്ട് വേണം. ഇക്കാലത്ത് കണ്ടുകിട്ടാനില്ലാത്ത വിഭവങ്ങൾ തേടിപ്പിടിച്ചെത്തിച്ചാണ് ഈ സഹസ്ര കലശ ചടങ്ങുകളൊക്കെ ഇപ്പോഴും ക്ഷേത്രത്തിൽ നടന്നു വരുന്നത്. അപ്പോൾ ഈ മാസം മാർച്ച് 9-ന് സഹസ്ര കലശവും 10-ാം തീയതി കൊടിയേറ്റുമാണ് ഗുരുവായൂരിൽ നടക്കുന്നത്. ഏവർക്കും വ്രതമൊക്കെ എടുത്ത് ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുമാറാകട്ടെ. ഗുരുവായൂരിലെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ സാധിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് സ്പർശിക്കുക. അടുത്ത ഒരു വീഡിയോയിൽ വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.